ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഇഗ്നേറ്ററാണ് വണ്ടി നിലവിൽ വണ്ടി ഓഫ് ആവുകയും അതിൻ്റെ ബാറ്ററി ലൈൻ കാര്യങ്ങളൊക്കെ കട്ടാവുകയും ചെയ്തതായിട്ടാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. വണ്ടി കൊണ്ടുവന്ന് നമ്മൾ 2 ദിവസം ഇവിടെ വണ്ടി വെച്ചിരുന്നു. അതിന് ശേഷം ഇപ്പോൾ എന്നാണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയത്. വർക്കിന് കയറ്റി വണ്ടി കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടായി. ബാറ്ററി ഫുള്ള് ഡിസ്ചാർജ് ആയപ്പോൾ ഉണ്ടായി. ബാറ്ററി നമുക്കിത് ഇരുന്നിരുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അത് നമ്മൾ ചാർജ് നോക്കുമ്പോൾ തീരെ ചാർജ് ഉണ്ടായി. പിന്നെ വേറൊരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൽഫ് അടക്കം എല്ലാം വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ വയറിങ്ങിൻ്റെ എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നതാവാനാണ് സാധ്യത. ഞാനത് വേറെ എന്തെങ്കിലും മേജറായിട്ടുള്ള വല്ല ടച്ചിങ്ങോ അതല്ലെങ്കിൽ വല്ല ലൂസ് കോൺടാക്റ്റോ വയർ പൊട്ടിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബോഡി ഫുള്ളായിട്ട് അഴിച്ചൊക്കെ ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ വേറെ കംപ്ലയിൻസുകളായിട്ടൊന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള സോക്കറ്റ് ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ വന്നേക്കാം. ഇത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത മോഡലാണ്. സീൽഡ് ടൈപ്പ് ഇഗ്നീഷനാണ്. എങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൂടെ റെസ്റ്റ് ഓഫിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ച് കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനറാണ്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മളൊന്ന് താൽക്കാലികമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 100% പെർഫെക്ഷൻ ഒന്നും ആവില്ല. ചെറിയ ക്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും എന്നുള്ളൂ. എന്നാലും നമ്മൾ തുടരെ ചെക്ക് ചെയ്ത് നോക്കി വേറൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് വണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി അങ്ങനെ റണ്ണിങ്ങിൽ എന്തെങ്കിലും ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ച് ഓഫായി പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. കാരണം വണ്ടി ഓഫ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് മീറ്ററിനകത്ത് വരുന്ന ഈ ലൈറ്റുകളൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യണം. അതിനകത്ത് ന്യൂട്രൽ ലൈറ്റ് മറ്റേ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ള കേസ് കറക്റ്റായിട്ട് നോക്കണം. അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈൻ കട്ടാവണമാണ്, മെയിൻ ലൈൻ കട്ടാവണതാണ്. ഇനി അതല്ലെങ്കിൽ ഫ്യൂസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. അങ്ങനെ പല റീസണുണ്ട് അതിനകത്ത്. അത് കൃത്യമായിട്ട് നോക്കണം. അതൊക്കെ വർക്കിംഗ് ആയിട്ടും വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയി മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പല ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് CDA വരാം, ഹൈ ടെൻഷൻ കോയിൽ വരാം, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരാം. പിന്നെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ഇത് വരുന്ന ബാറ്ററി ഫുള്ള് ഡിസ്ചാർജായി പോയിരുന്നു. അപ്പോൾ ഞാൻ ഈ വേറൊരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇപ്പോൾ വണ്ടിമേന്ന് ചാർജ് കയറുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി നോക്കി. അപ്പോൾ ചാർജ് കയറുന്നതിന് ഫംഗ്ഷനൊന്നും കുഴപ്പമില്ല. അപ്പോൾ റെക്ടിഫയർ ഓക്കെ ആണ്. ഇതാണ് എൻ്റെ റെക്ടിഫയർ യൂണിറ്റ്. ഓക്കെ ആണെന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻറ്റ്സ് കിട്ടുന്നില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് നോക്കി അത് ഏതാണ് എൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതിനേക്കാളും ഒരു ഏറ്റവും സേഫായിട്ടുള്ള ഇത് എവിടെ വെച്ചിട്ടാണോ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് തൊട്ടടുത്ത ഷോപ്പിൽ കയറ്റാം. അവരോട് ചെക്ക് ചെയ്യാൻ പറയാം. അതെന്താണ് എൻ്റെ കംപ്ലയിൻറ്റ്സ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ പറയാം. ആ കറക്റ്റ് കംപ്ലയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നുമല്ല അവിടെ തന്നെ ക്ലിയർ ചെയ്യുകയോ അതല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്നത് കൃത്യമായിട്ട് പറയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും പ്രകാരം നോക്കാം. ഇത് വയറിംഗ് കിറ്റ് നമുക്ക് പൊട്ടിച്ച് നോക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എല്ലാ ജോയിൻറ്റുകളൊക്കെ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻസുകളൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ അതാണ് എടുത്ത് പറയണതിൻ്റെ കേസ്. നമ്മൾ വെറുതെ കുറേ സമയം ഇതിനകത്ത് ചിലവാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കുറേ നേരമായി ഞാനിപ്പോൾ ഇത് കയറ്റിയിട്ട് വേണ്ടി നോക്കണം. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റുകൾ നമുക്കിതിനകത്ത് കിട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ഇന്ന കംപ്ലയിൻറ്റും കൊണ്ടാണ് നമ്മുടെ വാഹനത്തിന് ആ പ്രോബ്ലം കാണിച്ചതെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. എന്തെങ്കിലും കൃത്യമായിട്ട് ഇന്ന സാധനത്തിൻ്റെ പ്രോബ്ലം ആണെന്നുള്ള കേസ് നമുക്കതിനകത്ത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസത്തെ ഉള്ളൂ. കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഇങ്ങടേക്ക് വന്നൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ഷോപ്പിലാണെങ്കിൽ അവിടെ കയറ്റി കാണിക്കാം. അവരുടെ അടുത്ത് ചോദിക്കുക അതെന്തിൻ്റെയാണെന്നുള്ള കേസ് നോക്കാം. അവർക്ക് സമയം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിന് പ്രകാരം നമുക്കത് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ നോക്കാനാണ് പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ സമയം കളയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് തരാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ഓക്കെ.